നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബൊമ്പായം. അത്തം നക്ഷത്രക്കാരുടെ വേഴ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴ. അനുകൂലിച്ചിരുന്ന എല്ലാവിധ നേട്ടങ്ങളും പ്രതികൂലിച്ചു പോയ സർവ്വവിധ കോട്ടങ്ങളും ഉണ്ടാകും. വേഴത്തിൻ്റെ സഞ്ചാരകാലം ഒരു ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും കോട്ടങ്ങളും വരുത്തി തീർക്കുന്നത് കൊണ്ട് അത്തം നക്ഷത്രക്കാർക്ക് നേട്ടമാണ് കൂടുതൽ ഉള്ളത്. ഇത്തിരി കോട്ടങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് നേട്ടങ്ങളിലേക്ക് തന്നെ ജയിച്ച് നേടാൻ പറ്റും. കാരണം 2026 6-ാം മാസം 2-ാം തീയതി വേഴഗ്രഹം കർക്കിടക രാശി പ്രവേശിക്കും. ഒരു വർഷത്തേക്കാണ് വേഴൻ കർക്കിടക രാശി നിൽക്കുന്നത്. 2027 6-ാം മാസം 26-ാം തീയതി വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വേഴത്തിനൊരു മാറ്റമുണ്ട്. 2026 6-ാം മാസം മുതൽ വേഴൻ ചിങ്ങൻ രാശിയിലേക്ക് വരും. 2026 10-ാം മാസം വരെ ചിങ്ങത്തിൽ നിന്നിട്ട് വീണ്ടും അത് കർക്കിടകത്തിൽ വരും. എന്നിട്ട് വീണ്ടും കർക്കിടകത്തിന് രാശി മാറി വരുന്ന സമയമാണ് 2027 6-ാം മാസം 26-ാം തീയതി വരെ. അപ്പോൾ നമുക്ക് വേഴൻ 11-ലാണ് ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നിൽക്കണം. 11-ാം വേഴം എന്ന് പറയുന്നത് വളരെ നേട്ടമാണ്. ജ്യോതിഷത്തിൽ ഏറ്റവും നല്ല രാശി 11-ഉം ഏറ്റവും വലിയ ഗ്രഹം നല്ല ഗ്രഹം വേഴനുമാണ്. 11 വേഴം നിൽക്കുമ്പോൾ ഒന്ന് യദ്യാരോഗ്യം, ദീർഘായുസ്സും ആരോഗ്യവും കിട്ടുമെന്നാണ്. വലിയ രോഗം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും ഒക്കെ വർദ്ധിക്കും. ജാവാൻ കിടന്ന ആളാണ് ഈ കുതിരയെ പോലെ ചാടി ഓടി നടക്കണമെന്ന് ആളുകൾ ചോദിക്കും. അതാണ് ആയുസ്സും ആരോഗ്യം കിട്ടും. സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടെങ്കിൽ പോലും കിട്ടാത്ത 2 സാധനമാണ് ആയുസ്സും ആരോഗ്യവും. നമുക്ക് കിട്ടും. ആയുസ് കിട്ടുമെന്ന് വെച്ചാൽ മരിക്കുമെന്നൊക്കെ തോന്നുന്ന കണ്ടികളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ദീർഘായുസ്സോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടും. 2 ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാസദേവ. ഈ വേഴനെന്ന് പറയുന്ന ഗ്രഹം 11 നിൽക്കുമ്പോൾ സർവ്വ ഈശ്വരന്മാരും അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കിലും എവിടെ പോയി ഏത് ദൈവങ്ങളെ കണ്ടു തൊഴുതാൽ എല്ലാ ദൈവങ്ങളുടെയും പ്രീതി കിട്ടും. അങ്ങനെ ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് വലിയ ഭാഗ്യങ്ങളും ഉയർച്ചകളൊക്കെ കിട്ടും. അങ്ങനെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ എന്ത് കാര്യങ്ങളും ചെറുതായിട്ട് പ്രവർത്തിച്ചാൽ നല്ല വിജയവും നേട്ടമൊക്കെ കിട്ടും. ഒരു ജോലി കിട്ടിയാൽ അതിൽ നിന്ന് പ്രൊമോഷൻ, സാലറി, പ്രോഫിറ്റും മെച്ചം കിട്ടും. നിങ്ങൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി അതിലും അഭിവൃദ്ധിയും പുരോഗതിയും കിട്ടും. ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്താൽ പോലും അത് നല്ല ഗുണകരമായിട്ട് സമൂഹത്തിൽ നിലയും വിലയും അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന നേട്ടങ്ങൾ കിട്ടും. അതേപോലെ 3 കോടി ദോഷ വിനസ്യ ഗർഗസ്യ വചനം തഥ. കോടി ദോഷങ്ങളുണ്ടെങ്കിലും കോടി ദോഷങ്ങളും മാറി നല്ലത് വരും. പല പല ആരോപണങ്ങളും ശത്രുക്കളും വിരോധികളും കൊണ്ടും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരും. 4 പിച്ചക്കാരൻ പോലും കോടീശ്വരനാവുമെന്നാണ് ജാതകത്തിലെ ഫലം. ജീവിതത്തിൽ വന്നാൽ നമുക്ക് കിട്ടാതെ കിടക്കുന്ന ജോലി, പണം, അധികാരം, അവസരം, അംഗീകാരം എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ അത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പറ്റൂല. നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അതിനൊക്കെ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. ഒരു പരീക്ഷ എഴുതിയാൽ ജയിക്കും. ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടും. വിദേശത്ത് പോകണമെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റും. അവിടുത്തെ സർക്കാരിൽ നിന്ന് PR, സിറ്റിസൺഷിപ്പ്, അതേപോലെ ജോലി, സാലറി, മെച്ചം, നല്ല നല്ല അവസരങ്ങൾ, വിസ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഏത് കാര്യത്തിന് പോയാലും നമ്മൾ പോണ കാര്യങ്ങൾ എളുപ്പത്തിന് സാധിച്ചെടുക്കാൻ പറ്റും. നേട്ടങ്ങളും കിട്ടും. അതുപോലെ വേഴൻ സന്താനകാരകനാണ്. 11 നിൽക്കുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാക്കാനും ഉള്ള മക്കൾക്ക് നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതി ഉണ്ടാകാനും മക്കൾക്ക് ജോലി കിട്ടാൻ, അധികാരം കിട്ടാൻ, അവസരം കിട്ടാൻ, വിവാഹം, സമ്പത്ത്, സൗഭാഗ്യം, സന്തതി, ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്ന സമയവും കൂടിയാണ് 11 വേഴ നിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ വിവാഹം കിട്ടും, മക്കൾ കിട്ടും എന്നൊന്നും വിചാരിക്കരുത്. കാലം, ദേശം, കുലം, പ്രായം ഒക്കെ നമ്മളെടുത്ത് നോക്കണം. ഓരോരോ പ്രായക്കാർ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ അത് പാടാനോ ഓടാനോ കളിക്കാനൊക്കെ പോകാൻ മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും. ടെസ്റ്റിന് പരീക്ഷയ്ക്കും നല്ല മാർക്ക് കിട്ടും. എല്ലാത്തിനും A+ കിട്ടും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകണമെങ്കിൽ നല്ല മെറിറ്റ് ലിസ്റ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടും.
നല്ല അവസരങ്ങൾ കിട്ടും. അങ്ങനെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരും. ഒരു കാര്യത്തിനും പോകാതെയും ശ്രമിക്കാതെയും ഇരിക്കുന്നവർക്ക് ഒരു ഗതിയും കിട്ടൂല. അതെപ്പോഴും നല്ല സമയമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അവർ പോയ ഒരു ഇൻ്റർവ്യൂവിനാ ടെസ്റ്റിനാ ജോലിക്കാ പോയാലല്ലേ നമുക്ക് ആ മെച്ചം കിട്ടും. അങ്ങനെ വലിയ നേട്ടങ്ങൾ കിട്ടുന്നതിന് ചാൻസുള്ള സമയവും കൂടിയാണ് 11-ലെ ഗ്രഹം നിൽക്കുമ്പോൾ. പിന്നെ അത് ഇങ്ങോട്ട് വരും 12-ലേക്ക് വരുന്ന ഒരു സമയം നമ്മൾ പെട്ടെന്നില്ല സുനാമി വന്നതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങ് നിന്ന് പോയതുപോലെ വിഷമിക്കുന്ന സമയം. അവിടെയാണ് നമുക്കൊരു ജോലി കിട്ടിയാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിപ്പോണം. ഒരു പ്രൊമോഷൻ കിട്ടിയാൽ അയ്യോ ഈ പ്രൊമോഷൻ കിട്ടിയത് നല്ലതാണെങ്കിലും ജോലി ഭാരം ഇരട്ടിച്ച്, അതുകൊണ്ട് എനിക്ക് ജോലി വേണ്ട, തുടരാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വേണ്ട, ഞാൻ പഴയ ജോലി മതി എന്നൊക്കെ തോന്നി നമ്മൾ അലസന്മാരായിട്ട് വലിയ അംഗീകാരങ്ങൾ കിട്ടിയാലും ജോലി വരെ വേണ്ട എന്ന് തോന്നിപ്പോവും. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ. പിന്നെ ഈ 12 വേഴം വരുമ്പോൾ വേദോ വയ്യെന്നാണ്. ആരെങ്കിലും നമ്മൾ മോശമായിട്ട് വിരോധമായിട്ട് സംസാരിച്ച് അവർ കയറി ചത്താലും നമ്മൾ നിമിത്തമാണ് ചത്തേന്ന് വരെ കേൾക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലും ഡോക്ടറായിരുന്നാലും ഏത് ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും നമ്മുടെ കസ്റ്റമറോട് സംസാരിക്കുന്നതൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഇടപെട്ടാലേ പറ്റൂ. നമ്മൾ എന്തെങ്കിലും കണ്ണുരുട്ടി കാണിക്കുക, വാശി കാണിക്കുക, അക്രമം കാണിക്കുകയോ ചെയ്താൽ അവർ ഒന്നീ കലവിച്ചു അല്ലെങ്കിൽ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചെയ്യാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും. അവിടെ വലിയവനും ചെറിയവനൊന്നും ഇല്ലല്ലോ, ആരുടെ പേരിന് വേണോ എന്ന് കേസ് കൊടുക്കുക. അതൊരു എളുപ്പമാർഗ്ഗമാണ്. കേസ് കൊടുത്താൽ അത് ശരിയാ തെറ്റാ, കുറ്റവാളിയാണോ നിരപരാധിയാ എന്ന് തെളിയിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറ്റൂല, കോടതിയിൽ പോയാലേ പറ്റും. അപ്പോൾ ആ കോടതി തീരുമാനിക്കും നിങ്ങളെ വെറുതെ വിടണോ ശിക്ഷിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ നിയമ സംഹിതകൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാന്യന്മാരായിട്ട് ജീവിച്ചാലും ചില ശത്രുക്കൾ നമുക്ക് വല വിരിച്ച് കുരുക്കി അകത്താക്കാൻ ശ്രമിക്കുന്ന സമയം വരെയാണ് ഈ 12-ൽ വേഴം നിൽക്കുന്ന സമയം. അതുകൊണ്ട് 12-ാം വേഴം എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാടുകളിലും തിരിമറികളുണ്ടാകുകയും കുരുക്കുകളുണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് പൈസ ഇടപാട് സൂക്ഷിക്കണം. പല ആൾക്കാരെയും കണ്ടു വരാറുണ്ട്. കാരണം എന്താണ്, അവർ കുറേശ്ശെ വെച്ച് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും. ഒരാൾക്ക് വന്ന് കടം ചോദിച്ചാൽ അവർക്ക് വളരെ സ്നേഹത്തോടു കൂടി കൊടുക്കും. പിന്നെ അവർ ചോദിച്ചാൽ തരിയില്ല, വായിക്കാൻ പറ്റിയില്ല, പിന്നെ അങ്ങനെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇന്ന് ചതിയുടെയും വഞ്ചനയുടെയും കാലമാണ്. അപ്പോൾ പല ആൾക്കാരും നമ്മളെ പറ്റിച്ച് കളയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ പറ്റിക്കണതല്ല, പാവം കരുതി സഹായിക്കുന്നതാണ് നമുക്ക് വിനയായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മളെ ജീവിതവും നമ്മുടെ ഒരു ജന്മം മൊത്തം, ഒരു ഉദ്യോഗത്തിൽ നിന്ന് കിട്ടണ പൈസ മൊത്തം മറ്റൊരാളിന് പെട്ടെന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബാങ്കിൽ തന്നെ കൊണ്ടുവന്ന് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് പലിശ കിട്ടാന്ന് വെച്ചാൽ ബാങ്ക് പൂട്ടിക്കൊണ്ട് പോകും, നിങ്ങളെ പൈസയും പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുരുക്കുകളൊക്കെ വിശ്വാസവഞ്ചന, ചതി ഇതൊക്കെ ഉണ്ടാകുന്ന ഘട്ടം കൂടിയാണ്. അപ്പം നമ്മൾ സൂക്ഷിക്കണം. 12 വേഴൻ ഭയങ്കര ദോഷമുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഹോമം, വിഷ്ണു പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. പൂജകളും മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുരോഗതി നമുക്ക് കിട്ടുമെങ്കിലും ചില കാര്യത്തിനൊക്കെ നമുക്ക് തടസ്സം വന്ന് അമ്പലത്തിൽ പോകാനോ ദൈവങ്ങളെ തൊഴുവാനോ പൂജ ചെയ്താനോ ഒന്നും മനസ്സ് തോന്നിക്കൂല. അപ്പം നിങ്ങൾക്ക് മതപരമായിട്ടുള്ള ഏത് ദൈവത്തെ വിശ്വസിച്ച് ജീവിച്ചിരുന്നാലും ആ ദൈവങ്ങളെയൊക്കെ പഠിച്ച് ഭഗവാനെയൊക്കെ പഠിച്ച് പരിഹാര പൂജകളൊക്കെ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യ പ്രവൃത്തികളുണ്ടാകും. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് നല്ല അഭിവൃദ്ധി, ഐശ്വര്യവും പുരോഗതിയൊക്കെ ജാതകത്തിൽ ജന്മഗുണമെന്ന് പറയും. ചിലവർക്ക് ജനിച്ചു തൊട്ട് മരിക്കുന്നത് വരെയും ഭയങ്കര ഭാഗ്യപൂർത്തിയും കിട്ടിക്കും. മരിച്ചാലും ഭാഗ്യം കിട്ടും. എങ്ങനെ? മരണാനന്തര ബഹുമതികളും കാര്യങ്ങളും സ്ഥാനവും അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടാറുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടാത്ത മരിച്ചവർക്ക് കിട്ടണത് എങ്ങനെയെന്ന് ചിലപ്പോൾ നിങ്ങൾ തോന്നിക്കും. അങ്ങനെ കിട്ടും. അപ്പോൾ അതേപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേസമയം ജാതകത്തിൽ ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം അധ്വാനങ്ങളും പരിശ്രമങ്ങളും നമ്മൾ ചെയ്താലും നമുക്ക് ഒരു കാലത്തും രക്ഷപ്പെടാത്ത എത്രയോ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും നമുക്കുണ്ട്. അവർ അധ്വാനിക്കാത്തത് കൊണ്ടോ പരിശ്രമിക്കാത്തത് കൊണ്ടോ അല്ല അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോയത്. അവരാർക്കൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കിടന്ന് കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിന് ഉള്ള വകകൾ കിട്ടിയതുള്ള അല്ലാതെ അവർക്ക് ഭയങ്കര നേട്ടങ്ങൾ കിട്ടാനുള്ള അധ്വാനങ്ങൾ ചെയ്തിട്ട് ഒന്നും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ പേര് നമുക്ക് കാണാം. അതാണ് ഭാഗ്യം വേണമെന്ന് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ, ഭാഗ്യക്കുറവ്, ഈശ്വരാനുഗ്രഹക്കുറവ്, ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഈശ്വരാനുകൂല കുറവുള്ളവർക്കാണ് വലിയ വിഷമതകൾ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴോ സോളാർ പാനൽ വയ്ക്കുമ്പോഴോ കറണ്ട് കിട്ടുന്നത് പോലെയാണ് പരിഹാരം ചെയ്യുമ്പോൾ പുരോഗതി നമുക്ക് കിട്ടണം. പിന്നെ സ്ഥിരം ദൈവികപരമായ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തണവർക്ക് കുഴപ്പങ്ങൾ ബാധിക്കാറേ ഇല്ല എന്നും കൂടി നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം അയച്ചു തരണം. ഫീസും അയക്കണം. അതേപോലെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ ദർശനം, വഴിപാട്, പൂജ ഇതൊക്കെ ചെയ്താലും ഒരുപാട് വിനകൾ മാറിക്കിട്ടും. അങ്ങനെ ക്ഷേത്രത്തിൽ പരിഹാര പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്നവരും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേഴമാറ്റം അത്തം നക്ഷത്രത്തിന് എല്ലാ ഗുണങ്ങളും തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ചെറിയ ഒരു കുരുക്ക് ഇടയ്ക്ക് വരുന്നതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.